അതുപോലെ തന്നെ ചില മാസങ്ങളിൽ തന്നെ ശ്രേഷ്ഠമായ സമയങ്ങളും ശ്രേഷ്ഠമായ അവസരങ്ങളും അല്ലാഹു നമുക്ക് നൽകാറുണ്ട്. ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളൊക്കെ വസിക്കുന്നത്, നിലകൊള്ളുന്നത്. ഇതിൽ അതിപ്രധാനമായ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. 1 മുതൽ 10 വരെ അത് വിശിഷ്ടമാണ്, ഫളായിലുകളെ കൊണ്ട് ധന്യമാണ്. അതിൽ തന്നെ അതിപ്രധാനമാണ് ദുൽഹിജ്ജ 9 അറഫ ദിവസം. ലോകത്തുള്ള മുഴുവൻ ആളുകളും മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ നിലകൊള്ളുന്ന ഏകദേശം 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള അറഫ മൈതാനം, ആ സ്ഥലം ലോകത്തിലെ നാനാ ദിക്കുകളിൽ നിന്ന്, അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ജപ്പാനിൽ നിന്നും മറ്റു എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ഗ്രാമാന്തരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വസിക്കുന്ന, വ്യത്യസ്തമായിട്ടുള്ള മദ്ഹബുകാർ ഒന്നിക്കുന്ന, വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന രക്തങ്ങളുള്ള, ബന്ധങ്ങളുള്ള, നിറങ്ങളുള്ള, അഭിരുചികളുള്ള ആളുകൾ വസിക്കുന്ന ഒരു സ്ഥലം അറഫ. ആ അറഫ മൈതാനത്ത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുമ്പോ ലോകം ചുരുങ്ങുകയാണ് അറഫയിലേക്ക്. അല്ലെങ്കിൽ ലോകം 2 നിലക്കും പറയാം, ലോകം അറഫ വികസിക്കുകയാണ് ലോകമായിക്കൊണ്ട്. ലോകത്തുള്ള മുഴുവനും അറഫയിലേക്ക് ചുരുങ്ങുന്നു എന്ന് പറയാം. അറഫ എന്നത് ഈ ലോകത്തേക്കാൾ വിശാലമാവുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽ ഹജ്ജ് അറഫ. അറഫ എന്ന ഹജ്ജ് എന്നുള്ളത് അറഫയാണ്. അറഫയില്ലാതെ ഹജ്ജില്ല. ഒരുപാട് ഹാജിമാർ ഹജ്ജിന് പോയിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രയാസങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് ഹാജിമാർ തിരിച്ചു വരുമോ എന്ന ഭയത്താൽ, തന്റെ കുടുംബത്തിലേക്ക് അണയാൻ കഴിയുമോ എന്ന സന്തോഷത്താലും അവിടെ വെച്ച് മരിക്കണം ചിലർക്ക് നിയ്യത്താക്കാറുണ്ട്. വരണം വരണ്ട എന്ന വ്യത്യസ്തമായ ചിന്താഗതികളിലൂടെ പോയ ആളുകൾ. അല്ലാഹു എല്ലാവർക്കും മബ്റൂറായ മഖബൂലായ